ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി മധുരം കേട്ടോ. നാളെ പെരുന്നാളല്ലേ. അൽഹംദുലില്ലാഹ് ഇപ്രാവശ്യം നമുക്ക് 30 നോമ്പും കിട്ടിയിട്ടുണ്ട്. ആ 30 നോമ്പ് നോറ്റിന് ശേഷം പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഒരു ഇരട്ടി സന്തോഷം തന്നെയാണ് കേട്ടോ. ആ സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും നല്ലൊരു മധുരമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ അടുപ്പത്ത് 1 കപ്പ് വെള്ളം നമ്മൾ അടുപ്പത്ത് വെച്ചിക്കണേ. അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വെട്ടി തിളപ്പിക്കുക കേട്ടോ. നല്ലോണം തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് പത്തിരിക്കൊക്കെ പൊടിക്കണം. നല്ല നൈസായിട്ടുള്ള പൊടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇളക്കി നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കാനും വേണ്ടി പൊടി വാട്ടണ മാതിരി തന്നെ നല്ലോണം ഇളക്കി പൊടി വാട്ടിയെടുക്കണം കേട്ടോ. ഇതുപോലെ തന്നെ നല്ലോണം വെള്ളമൊക്കെ വറ്റി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് വാങ്ങി ചൂടാറാനും വേണ്ടി വെക്കുക. ഇനി നമുക്ക് ശർക്കരയാണ് അതിലേക്ക് മധുരത്തിന് വേണ്ടത്. അത് എത്ര നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് എടുത്തു കൊടുക്കുക. എന്നിട്ട് അതിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് പാനിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതോടെ കിടന്ന് പാനിയാകട്ടെ. അപ്പോൾ തന്നെ നമുക്ക് പൊടിയൊക്കെ നല്ലോണം ഒന്ന് കുഴച്ച് മയപ്പെടുത്തിയെടുക്കണം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അമർത്താൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ നല്ല മയത്തിലാക്കി എടുത്തിക്കണം. ഇനി നമുക്ക് കയ്യുമ്മൽ കുറച്ച് പൊടിയാക്കുക. അതിന് ശേഷം ഇതുപോലെ തന്നെ ചെറിയ പൊടിൻ്റെ ഉരുളകൾ എടുത്തതിന് ശേഷം ഇങ്ങനെ കയ്യിൽ വെച്ച് ഉരുട്ടുക. എന്നിട്ട് ചെറിയൊന്ന് അമർത്തി കൊടുക്കുക. ചെറിയൊരു ബട്ടൺസ് പോലെ കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ആക്കിയെടുക്കുക ഫുള്ളായിട്ട്. ഇനി നമുക്ക് ഇട്ട് കൊടുക്കുന്ന പാത്രത്തിൽ തമ്മ് ഒട്ടാതെ വെക്കാനും വേണ്ടിയിട്ട് കുറച്ച് പൊടി ഇതേപോലെ പുറത്ത് തൂവി കൊടുക്കുക. എന്നിട്ട് ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് പിടിച്ചെടുക്കുക. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ പിടിച്ചെടുത്തിക്കണം. ഇനി നമ്മൾ എത്രയാണോ മധുരം ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുക്കുക. അത് നല്ലോണം ഒന്ന് തിളച്ച് വരണം കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നല്ലൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച പിടികളൊക്കെ അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് തമ്മ ഒട്ടാതെ വെക്കാനും അതേപോലെ അടിയിൽ പിടിക്കാതെ വെക്കാനും വേണ്ടിയിട്ട് ഒരു കയ്യിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടി കുറച്ച് പൊടി വേണം. ഒരു 2 സ്പൂണ് പൊടി എടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് പച്ചവെള്ളത്തിൽ ആ പൊടി ഒന്ന് കലക്കി വെക്കണം. അതേപോലെ പച്ചക്ക് പൊടി എടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് പച്ചവെള്ളത്തിൽ നമ്മൾ കലക്കി വെക്കുക. എന്നിട്ട് ഈ പൊടിയൊക്കെ നല്ലോണം തിളച്ച് വരും. ആ വെള്ളം നല്ലോണം തിളച്ച് വരുമ്പോൾ നമ്മൾ പിടിയൊക്കെ അതേപോലെ മേൾക്ക് ഇങ്ങനെ പൊന്തി വരും. ആ സമയത്ത് നമ്മൾ കലക്കി വെച്ച പൊടി അതിലേക്ക് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ കയ്യിൽ വെച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ പൊടി നല്ല പെട്ടെന്ന് വെന്തതിന് ശേഷം കട്ട ആയി പോകും കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നല്ലോണം ഇളക്കി കൊടുത്ത് എല്ലായിടത്തും പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ശർക്കരപ്പാനി അതിലേക്കൊന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ എത്ര ശർക്കര ഉരുക്കിക്കാണ്ട് നല്ല ശർക്കര ആണെങ്കിലും അടിയിൽ ഇതേപോലെ കല്ലും മണ്ണൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് അയക്ക് പെടാതെ വെക്കാനും വേണ്ടി ഇതുപോലെ തന്നെ അരിച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലായിടത്തും ഒന്ന് ശർക്കരൻ്റെ മധുരം ആവാനും വേണ്ടി നല്ലോണം ഇളക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് തേങ്ങയാണ്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തുക്കുന്നത് ഒരു തേങ്ങേൻ്റെ 3/4 ഭാഗം തേങ്ങ എടുത്തുക്കണം കേട്ടോ. അപ്പോൾ നല്ല കുറച്ച് ഇളമ തേങ്ങയൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റൊക്കെ നമ്മൾ കഴിക്കാൻ. അപ്പോൾ ഞാൻ എടുത്തത് കുറച്ച് മൂത്ത തേങ്ങനെ, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇത് അതിലേക്കും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ വാപ്പാൻ്റെ വീട്ടിൽ പെരുന്നാളായാലും എന്ത് ആഘോഷമാണെങ്കിലും ഈ ഒരു സാധനം ഇല്ലെങ്കിൽ ആ ആഘോഷത്തിൻ്റെ ഒരിച്ചിരി കുറവുണ്ടാവും കേട്ടോ. കാരണം ഇതുണ്ടെങ്കിൽ ഭയങ്കര ആഘോഷം തന്നെയാണ്. അപ്പോൾ അത്ര ടേസ്റ്റിന് മധുരം കഴിക്കാൻ. ഇത് ഞങ്ങളുടെ നാട്ടിലൊക്കെ കുലാവി എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത് എനിക്കറിയില്ല. പക്ഷെ നല്ല ടേസ്റ്റുള്ള സാധനം തന്നെയാണ്. ഞാൻ തേങ്ങ ഇട്ടതിന് ശേഷം ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 2 ഏലക്കായ കുത്തിയത് കുറച്ച് ചെറിയ ജീരകത്തിന് പൊടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പൊടി ഇളക്കി കഴിഞ്ഞാൽ നമ്മൾ മധുരം ഇവിടെ റെഡി ആക്കണേ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലത്തെ ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള റെസിപ്പി ഇനി ഞാൻ വരാം. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും അഡ്വാൻസ് ഈദ് മുബാറക്.